തെരഞ്ഞെടുപ്പ് ഗോതയിൽ അംഗം മുറുകിയിട്ടും പ്രചാരണം ചൂട് പിടിച്ചിട്ടും സഖാത്തികൾക്ക് അത്ര ചൂട് പോരാ. തീയും പുകയും കെട്ട് AKG സെന്ററിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ് കമ്പനികൾ. സീറ്റ് കിട്ടാത്തതിന്റെ ദേഷ്യത്തിലാണോ പ്രധാന കമ്പനികൾ പ്രചാരണത്തിന് ഇറങ്ങാത്തത്, അതോ പ്രചാരണത്തിന് ഇറക്കിയാൽ ആട്ടും തുപ്പും കിട്ടുമെന്ന് പേടിച്ച് പാർട്ടി പൂട്ടിയിട്ടിരിക്കുന്നതാണോ? എന്തായാലും സഖാത്തികളുടെ ആ ഒരു ഓളം കാണാനേ ഇല്ല. ട്രോളന്മാർക്കും എതിരാളികൾക്കും അറിയേണ്ടത് ആര്യ ദിവ്യ ചിന്ത ടീംസ് എവിടെയാണെന്നാണ്. അവർ ഇറങ്ങിയാലേ ചാകരയുള്ളൂവെന്ന്. ഓരോ മണ്ഡലത്തിലായിട്ട് ഇതിൽ ഓരോന്നിനെ ഇറക്കി വിട്ടാൽ CPM തോറ്റോളും. ഇവരാണ് ഞങ്ങളുടെ ഐശ്വര്യമെന്ന് UDFും. ആര്യയുടെയും ദിവ്യയുടെയും ഫേസ്ബുക്ക് തപ്പിയാൽ തെരഞ്ഞെടുപ്പിന്റെ ഒരോളവും കാണാനേ ഇല്ല. പിന്നെയും ചിന്ത ചേച്ചിയാണ് ഫേസ്ബുക്ക് പേജിൽ സ്ഥാനാർത്ഥികൾക്കായുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മണ്ഡലങ്ങളിലും ഇവരെ കാണാനില്ല. കനലൊരു തരിയിലെ കമ്മിണികൾ വല്ലാത്ത ക്ഷീണത്തിലാണെന്നാണ് പരിഹാസം ശക്തമാകുന്നത്. തദ്ദേശത്തിൽ കിട്ടിയ അടിയോടെ മുതിർന്ന നേതാക്കൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു: ലേഡി പിണറായി കളിക്കുന്ന കമ്മിണികളെ വളർത്തിക്കൂടാ, പാർട്ടിയുടെ കഴുക്കോൽ ഊരിക്കൊണ്ടു പോകുമെന്ന്. അതുകൊണ്ട് എല്ലാത്തിനെയും അടിച്ചൊതുക്കി ഇട്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാവരെയും ഞെട്ടിക്കുന്നത് ദിവ്യയെ മഷിയിട്ട് നോക്കിയിട്ട് കാണാത്തതാണ്. തളിപ്പറമ്പിൽ ഇടത് സ്ഥാനാർത്ഥി PK ശ്യാമളയാണ് ദിവ്യയുടെ ഏറ്റവും വലിയ ചങ്ങാതി. പക്ഷേ ശ്യാമളേച്ചിക്ക് വേണ്ടി ഒരു പോസ്റ്റോ കുറിപ്പോ ദിവ്യയുടെ പേജിലില്ല. എന്തിന്? സ്ഥാനാർത്ഥികളുടെ ഒരു ചിത്രം പോലും ഈ പറയുന്ന ദിവ്യയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലില്ല. തളിപ്പറമ്പിൽ ശ്യാമള പ്രചാരണം തുടങ്ങിയിട്ട് ആ ഏരിയയിൽ ദിവ്യയെ കാണാനേ ഇല്ല. ദിവ്യയെ കൊണ്ടുവന്നാൽ പണി പാളുമെന്ന് പേടിച്ച് ഗോവിന്ദൻ അടുപ്പിക്കാത്തതാണ് എന്ന പരിഹാസം ഇപ്പോൾ ശക്തമാണ്. ശ്യാമളയും പറഞ്ഞു കാണും, മോളെ പ്രചാരണത്തിന് വന്ന് എന്നെ തോൽപ്പിക്കരുതേ എന്ന്. എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടൽ. നവീൻ ബാബു കേസിൽ ദിവ്യ അറസ്റ്റിലായപ്പോൾ ജയിലിന് മുന്നിൽ പോയി കരയാൻ വന്ന ടീംസിൽ ഈ PK ശ്യാമളയുണ്ടായിരുന്നു. വൻ വിവാദം കത്തി നിന്നപ്പോഴും PP ദിവ്യയെ പിന്തുണച്ച് വാദിച്ചുകൊണ്ടേയിരുന്നത് PK ശ്യാമളയും MV ഗോവിന്ദനുമായിരുന്നു. എന്നിട്ടും ശ്യാമളേച്ചിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് പ്രചാരണത്തിന് പെട്രോൾ പമ്പ് ദിവ്യ ഇറങ്ങുന്നതേയില്ല. എന്താണോ എന്തോ. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ പൊട്ടിത്തെറിയാണ് നടന്നത്. സൈബറിടത്തിൽ ശ്യാമളയ്ക്ക് നേരെ ആക്രമണം നടന്നു. സ്വന്തം പാർട്ടിക്കാരും ശ്യാമളയെ പച്ചയ്ക്ക് തെറി വിളിച്ചു. എന്നിട്ടും ശ്യാമളയെ പിന്തുണയ്ക്കാൻ ദിവ്യയെ കണ്ടില്ല. സീറ്റ് കിട്ടാത്ത കലിപ്പിലാണ് ദിവ്യ എന്ന ആക്ഷേപം എന്തായാലും ഇപ്പോൾ ശക്തമാണ്. ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവ് ബാലുശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാണ്. എന്നിട്ട് ആരെയും സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പോസ്റ്റുന്നില്ല, പ്രചാരണത്തിനും കാണുന്നതേയില്ല. മേയർ ആയിരുന്നപ്പോൾ എന്തിനും ഏതിനും ഫേസ്ബുക്ക് കുറിപ്പിട്ടിരുന്ന ആളായിരുന്നു. ഇപ്പോൾ ആര്യയെ കാണാനേ കിട്ടുന്നേ ഇല്ലല്ലോ എന്നാണ് ട്രോളന്മാർ കരയുന്നത്. ബാലുശ്ശേരിയിൽ സച്ചിന് വേണ്ടി ആര്യ പ്രചാരണത്തിന് ഇറങ്ങുമോ? ജനകീയത കുറച്ച് കൂടുതലായതുകൊണ്ട് ആര്യയെ ഇറക്കാൻ ഇനി സച്ചിൻ ദേവ് തയ്യാറാകുമോ എന്തോ. കാരണം കോർപ്പറേഷൻ കൊണ്ട് തൊലച്ചിട്ട് കോഴിക്കോടിന് വണ്ടി കയറാനിരുന്ന ആര്യയോട് കോഴിക്കോട്ടേക്ക് വന്നേക്കരുതേ എന്നായിരുന്നു അവിടുത്തെ CPMകാർ പറഞ്ഞത്. മര്യാദയ്ക്കായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ആര്യയ്ക്ക് സീറ്റ് കിട്ടിയേനെ. പക്ഷേ ഒരു മേയർ കസേര കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഒരു സംഭവം എന്ന് കാണിച്ചതിനാണ് നാട്ടാര് പണി കൊടുത്ത് മൂലക്കിരുത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും ഇറങ്ങാൻ കഴിയാത്ത ഗതികേടിലാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ. തിരുവനന്തപുരത്തെ CPM സ്ഥാനാർത്ഥികൾ ആര്യയെ തങ്ങളുടെ പ്രചാരണത്തിന് കൊണ്ടുവന്നേക്കരുതെന്നാണ് പാർട്ടിയോട് പറയുന്നത്. ഉള്ള വോട്ടും കൂടി പോകുമെന്നാണ് അവർ ഭയക്കുന്നത്. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥി VK പ്രശാന്ത് ആര്യ എന്ന് കേട്ടാലേ ഓടുന്ന അവസ്ഥ. ആര്യ മേയർ ആയപ്പോൾ പിന്തുണയ്ക്കുകയും എല്ലാത്തിനും ഒപ്പം നിൽക്കുകയും ചെയ്തത് പ്രശാന്ത് ആയിരുന്നു. ആര്യ നിരന്തരം വിവാദങ്ങളിൽ പെട്ടപ്പോഴും പ്രശാന്ത് തള്ളിപ്പറയാതെ കൂടെ തന്നെ ചേർത്ത് നിർത്തിയിരുന്നു. എന്നാൽ കോർപ്പറേഷൻ കൊണ്ട് തുലച്ച ആര്യയോട് കട്ടക്കലിപ്പിലായി പിന്നീട് പ്രശാന്ത്. കോർപ്പറേഷൻ CPMന്റെ കൈവിട്ടു പോയപ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് VK പ്രശാന്തിനായിരുന്നല്ലോ. ശാസ്തമംഗലത്തെ കെട്ടിടത്തിന്റെ പേരിൽ BJP കൗൺസിലർ R ശ്രീലേഖയുമായി യുദ്ധം. ഒടുക്കം കെട്ടിടവും പോയി മാനവും പോയി. പ്രശാന്ത് പെട്ടിയും കിടക്കയും എടുത്ത് ഇറങ്ങേണ്ടിയും വന്നു. തലസ്ഥാനം തന്റെ തട്ടകമാണെന്ന് ഇടയ്ക്കിടെ വാതോരാതെ വായിട്ടലയ്ക്കുന്ന ആര്യ രാജേന്ദ്രനെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ ഇറക്കാൻ പോലും CPMകാർ തയ്യാറല്ല. മുതിർന്ന നേതാക്കൾ അടുപ്പിക്കാത്തത് തന്നെയെന്നാണ് കരക്കമ്പി വരുന്നത്. ചിന്താ ജെറോം പിന്നെ വായിട്ടലപ്പിന്റെ ആളാണ്. വാതുറക്കുന്നതേ വിവരക്കേട് പറയാൻ വേണ്ടിയാണ്. വേണമെങ്കിൽ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് പോയിട്ട് ഞങ്ങളെ പൊതിച്ചോറ് കൊടുക്കുന്നവരാണെന്നൊക്കെ അങ്ങ് ഗീച്ചു കളയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായിരുന്നല്ലോ മുകേഷ്. അന്ന് പ്രചാരണത്തിനിറങ്ങി മുകേഷിനെ നാണം കെടുത്തി വിട്ടത് ചിന്താ ജെറോം ആയിരുന്നു. പെണ്ണെ നീ വാ തുറക്കരുതെന്ന് മുകേഷ് വരെ കാലു പിടിച്ചെന്നായിരുന്നു ട്രോള് വന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തെ സീറ്റ് ചിന്ത നോക്കിയിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഇതിന്റെ കലിപ്പിലാണോ ചിന്തയും വലിയ വീറോടെയല്ല പ്രചാരണത്തിലുള്ളത്? സംവാദ വേദികളിൽ ചിന്തയെ കൊണ്ടുവന്നേക്കരുതെന്ന് ഇടത് സ്ഥാനാർത്ഥികൾ പാർട്ടിയോട് അഭ്യർത്ഥിക്കുന്നു.
ചുരുക്കി പറഞ്ഞാൽ പ്രചാരണ വേദികളിൽ സഖാത്തികളെ കൊണ്ടുവരാൻ സ്ഥാനാർത്ഥികൾ ഭയക്കുന്നു. ലേഡി പിണറായി കളിച്ചിട്ടും കഴുത്തുളുക്കിയ വീണ ജോർജിന് ആറന്മുളയിൽ സീറ്റ് കൊടുത്ത പിണറായി സഭയെ വീണ്ടും സുഖിപ്പിക്കുകയായിരുന്നു. ഗോവിന്ദന്റെ ആവശ്യപ്രകാരം ഭാര്യ ശ്യാമളയ്ക്ക് സീറ്റ്, വിജയരാഘവന് സീറ്റില്ലെങ്കിലും ഭാര്യ ബിന്ദു ടീച്ചർക്ക് സീറ്റ്. ജനകീയ നേതാവായ ശൈലജ മാത്രമാണ് തമ്മിൽ ഭേദം തൊമ്മൻ. ബാക്കിയെല്ലാം നാട്ടാരെ കൊണ്ട് വെറുപ്പിച്ചവരാണ്. CPM-നെ കുളം തോണ്ടിയതിൽ വനിതാ നേതാക്കളുടെ പങ്ക് അത്ര ചെറുതൊന്നും അല്ലല്ലോ. കാരണം അധികാരമുണ്ടെന്ന ധാർഷ്ട്യത്തിൽ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലായിരുന്നു. പിണറായിയേക്കാൾ വലിയ ധാർഷ്ട്യം കൊണ്ട് കളം നിറഞ്ഞ് ജനങ്ങളെ കൊണ്ട് വെറുപ്പിച്ചു. ഈ കൂട്ടരെല്ലാം കൊമ്പത്തൂന്ന് താഴേക്ക് നടുവും തല്ലിയാണ് വീണത്. എത്ര കൊമ്പത്ത് കയറിയാലും ജനം വിചാരിച്ചാൽ ഇതേപോലെ നിലം പതിക്കും. ജനകീയതയുള്ള എത്ര വനിതാ നേതാക്കൾ ഈ പാർട്ടിക്ക് ഇന്ന് പറയാനുണ്ട്? ആകെ പറയാനുള്ളത് ഒരു ശൈലജ ടീച്ചറുടെ പേര് മാത്രമാണ്. ബാക്കിയെല്ലാം കണക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നടന്ന പാർട്ടി യോഗങ്ങളിലെല്ലാം വനിതാ നേതാക്കളുടെ അഹങ്കാരം ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു. മുതിർന്ന നേതാക്കൾ പച്ചയ്ക്കാണ് വിമർശിച്ചത്. ആര്യയ്ക്കും ദിവ്യയ്ക്കും ചിന്തയ്ക്കും ഒക്കെ കണക്കിന് കിട്ടി. പ്രചാരണ വേദിയിൽ പോലും ഒരെണ്ണത്തെ കണ്ടേക്കരുതെന്നാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾ ഓർഡർ ഇട്ടിരിക്കുന്നത്. കേരളത്തിലെ സ്ത്രീകളുടെ ഏതെങ്കിലും വിഷയത്തിൽ ഈ സഖാത്തികൾ ഇടപെട്ടിട്ടുണ്ടോ? ഇടപെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവർക്ക് വേണ്ടപ്പെട്ട ചിലർക്ക് വേണ്ടി അങ്ങ് വായിട്ടലയ്ക്കും. അതാണല്ലോ സംഭവിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇവർ പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? CPM-ന്റെ വനിതാ മന്ത്രിമാർ കൊടിയുടെ നിറം നോക്കി നിലപാട് പറയുന്നവരാണെന്ന് കോൺഗ്രസിന്റെ നേതാവ് ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞിടയ്ക്കാണ് ഒരു പരിഹാസം ഉയർത്തിയത്. മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രതികരിച്ചപ്പോഴായിരുന്നു ഷാനിമോൾ ഉസ്മാൻ ഈ ഒരു പ്രതികരണം നടത്തിയത്. ഇടതുമുന്നണിയുടെ കാലത്ത് സ്ത്രീ സുരക്ഷ ജലരേഖയാണെന്നും ഷാനിമോൾ ഉസ്മാൻ പരിഹസിച്ചത്. ഗാർഹിക പീഡന ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ മന്ത്രി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു. പിന്നീടായിരുന്നു ഗണേഷ് കുമാറിന്റെ വിഷയത്തിൽ എത്ര CPM-ന്റെ വനിതാ നേതാക്കൾ പ്രതികരിച്ചു എന്നവർ ചോദിച്ചത്. ഈ ഒരു ധൈര്യം ഷാനിമോൾ ഉസ്മാൻ ഉണ്ടായത് എങ്ങനെയാണ് എന്നല്ലേ? അതായത് UDF-ൽ ഒരു വലിയ കാട്ടുകോഴി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കത്തിക്കയറിയപ്പോൾ രാഹുലിനെതിരെയൊക്കെ അതിശക്തമായി പ്രതികരിച്ച ആളാണ് ഷാനിമോൾ ഉസ്മാൻ. അവർ പറഞ്ഞത് എന്തായിരുന്നു? രാഹുലിനെ മാറ്റി നിർത്തണം എന്നായിരുന്നു. ആ ഒരു ധൈര്യം, അതായത് പാർട്ടിയിൽ അത്തരത്തിലൊരു ആരോപണം ഉണ്ടായപ്പോൾ തന്നെ ആ നേതാവിനെതിരെ പാർട്ടി നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട വനിതാ നേതാക്കളാണ്. തൊട്ടപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ ഷാനിമോൾ ഉസ്മാനും ജബി മേത്തറും ഒക്കെ. പക്ഷേ CPM-ന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ കുൽസിത സഖാക്കന്മാർക്കെതിരെ ഒരു വാക്ക് പറയാൻ CPM-ന്റെ ഏതെങ്കിലും വനിതാ നേതാക്കൾ തയ്യാറായിട്ടുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും വനിതകൾക്ക് വേണ്ടി പ്രതികരിക്കണമെന്നും പറയുന്നില്ല. സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കൾക്ക് പോലും ഒരു നീതി ഉറപ്പാക്കി കൊടുക്കാൻ ഈ പറയുന്ന അങ്ങ് മുന്തിയ വനിതാ നേതാക്കൾക്ക് സഖാത്തികൾക്ക് കഴിയാറില്ല. താഴെ തട്ടിലുള്ള സ്ത്രീകൾ ഈ പാർട്ടിയിൽ കൊടിയ അനീതി നേരിടുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഒരക്ഷരം പ്രതികരിക്കുന്നില്ല? ഈ പറയുന്ന വനിതാ നേതാക്കളാണ്, അതായത് സ്വന്തം പാർട്ടിക്കാരിക്ക് വേണ്ടി ശബ്ദമുയർത്താത്തവരാണ് കേരളത്തിലെ വനിതകൾക്ക് വേണ്ടി അങ്ങ് ഞങ്ങൾ മറിക്കുമെന്നൊക്കെ തള്ളുന്നത്. എന്തായാലും വന്ന് ഈ വനിതാ സഖാത്തികൾക്ക് പുറത്തു പോലും ഇറങ്ങാൻ കഴിയാത്ത ഗതിയാണ്. അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് വന്നതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.